മലബാർ മേഖലയിൽ മണ്ഡലകാലത്ത് കണ്ടുവരുന്ന അഖണ്ഡനാമേ. അതെ ഗൈസ്, നമ്മുടെ അമ്പലത്തിൽ ഇന്നാണ് അത്. രാവിലെ എണീറ്റ് നേരത്തെ വരാൻ പറ്റിയില്ലെങ്കിലും ആ നാമജപം കേട്ട് എണീക്കാൻ പറ്റും. അതന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ നേരെ തൊഴുതിറങ്ങി രാവിലത്തെ ഭിക്ഷ കഴിക്കാൻ പറ്റും. അങ്ങനെ ഭിക്ഷ കഴിച്ച് പുറത്തിറങ്ങിയപ്പോ അമ്മയും വേറെ ചേച്ചിമാരെ കൂടി വൈകുന്നേരത്തേക്കുള്ള കഷ്ടം നോക്കും. കാരണം വൈകിട്ട് പുറത്തുനിന്ന് കുറെ സ്വാമിമാര് വരും. അതുകൊണ്ട് ഭക്ഷണം അത്യാവശ്യം ക്വാണ്ടിറ്റിയിലും. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഭജന പാടാൻ പോയി. ഇപ്രാവശ്യം മാലിടാൻ പറ്റില്ലെങ്കിലും അങ്ങനെ നമ്മൾ പാടി തീർക്കും. പാടിയിട്ട് പരിവായപ്പോ അവിടെ നിന്ന് പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഊട്ടുപുരന്ന് പോയി. അവിടെ പോയി ഉച്ചഭക്ഷണത്തിലെ തയ്യാറെടുപ്പ്. അങ്ങനെ അവിടെ നിലയൊക്കെ തുടച്ച് നേരെ പുറത്തിറങ്ങിയപ്പോ നൊസ്റ്റാൾജിക്ക് ഫീൽ ചെയ്തു. ചെറുപ്പത്തിലൊക്കെ ഉള്ളിൽ അകണ്ണം നടക്കണമെങ്കിൽ ഞാൻ ഫുൾ ടൈം പുറത്താവും. കാരണം വൈകിട്ട് എന്താ വാങ്ങേണ്ട പ്ലാനിങ്ങിലാണ് ഫുൾ. അങ്ങനെ സമയം ഉച്ചയായപ്പോ നേരെ വളമ്പാൻ വിട്ടു. വെള്ളം കൊണ്ട് എടുത്ത് അച്ചാർ വിളമ്പിയ എല്ലാവരും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം കൊടുത്തു. അതാകുമ്പോ സേഫ് ആണല്ലോ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പുറത്തിറങ്ങി ഒന്ന് വീട്ടിൽ പോകും. കാരണം ആകെ കുഴങ്ങി കഴിയും. ദീപരാധന ആകുമ്പോൾ പോയി കുളിച്ച് തിരിച്ചു വരണം. ദീപരാധന പറഞ്ഞ പീക്ക് സമയമാണ്. കാരണം ആ സമയത്ത് നാട്ടിൽ എല്ലാ സമയമായാലും അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് സമയം നമ്മൾ പിന്നെ വീണ്ടും അതുപോലെ പാടാൻ. അത് കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ നാട്ടിലത്തെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു. കാരണം കോളേജിൽ പോയി എന്നിട്ട് ഇപ്പോഴാണ് അവരെ നേരമാണെന്ന് കാണുന്നത്. അങ്ങനെ പുറത്തൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ തട്ടി വന്നപ്പോഴേക്കും പുറത്തത്തെ കുറെ സമയം എത്തിയിട്ടുണ്ടാവും. ആ റൗണ്ട് കാണുന്ന വേറൊരു ഫീലാണ്. ആണ്ടേ ആ ചാടന എന്റെ അനിയനാണ്. പുള്ളിക്കാരൻ വേറെവിടെയൊക്കെ ചാടാൻ പോയിട്ട് കുറെ സ്റ്റെപ്പൊക്കെ പഠിച്ചു. അത് കണ്ട് ചിരിക്കായിരുന്നു ഞങ്ങള്. സ്വാമി ശരണം. അങ്ങനെ ആ റൗണ്ടിൽ കുറെ സ്വാമിമാർക്ക് ദർശനം കിട്ടി. ഇത് ഉദയം മുതൽ ഉദയം വരെ ആയതുകൊണ്ട് രാവിലെ വരെ ഉണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോ 2 മണിയായി. അടുത്ത വീഡിയോയിൽ കാണാം.